ഹലോ, എല്ലാവർക്കും നെഥിയസ് മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ദോശയുടെയും ഇഡലിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചമ്മന്തിപ്പൊടി പല സ്ഥലത്തും പല രീതിയിൽ പല ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇത് എൻ്റേതായ രീതിയിൽ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഇതിന് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉഴുന്നാണ്. അപ്പം ഞാനിവിടെ 1.5 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം പച്ചരിയാണ്. അപ്പോൾ 1.5 കപ്പ് ഉഴുന്നിന് ഞാനിവിടെ 3/4 കപ്പാണ് പച്ചരി എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് തുവരം പരിപ്പ്, നമ്മളുടെ സാമ്പാർ പരിപ്പുണ്ടല്ലോ അത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. മുളകിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് വേണ്ടുന്ന എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലിയും നമ്മളുടെ സാധാ ചില്ലിയും മിക്സ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലി ചേർക്കുമ്പോൾ നമ്മളുടെ ചമ്മന്തിപ്പൊടിക്ക് നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കുന്നത്. പിന്നെ ഞാനിവിടെ കായം എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കായത്തിൻ്റെ കട്ടയില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊടിയാണ് എടുത്തിരിക്കുന്നത്. കായത്തിൻ്റെ കട്ടയുണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളകിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചേർക്കണമെന്നുള്ളത് നിർബന്ധമില്ല, പക്ഷേ വെളിച്ചെണ്ണയിൽ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ ചമ്മന്തിപ്പൊടിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നത്. അപ്പോൾ അധികം ഓയിൽ വേണ്ടാന്നുള്ളവർക്ക് ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ മുളകും കറിവേപ്പിലയും നമ്മൾ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ നല്ല ക്രിസ്പായിട്ട് വരുന്ന ആ ഒരു പരുവം വരെ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ, ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഉഴുന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് ഫ്ലെയിം ആവരുത് കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, എന്നാൽ അത് മൂത്ത് കിട്ടത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ. നമ്മളുടെ ഉഴുന്നിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പച്ചരിയും അതുപോലെ തന്നെ സാമ്പാർ പരിപ്പ്, നമ്മളെ തുവരം പരിപ്പും പിന്നെ കുരുമുളകും, ഇത് 3ഉം കൂടി ഒരുമിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാനിവിടെ കായത്തിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കായത്തിൻ്റെ കട്ടയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതും ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണാണ് കായം ചേർക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കായത്തിൻ്റെ കട്ട ചേർക്കുന്നതാണ് കേട്ടോ നല്ലൊരു സ്വാദും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊടി ചേർത്തത്. അപ്പോൾ കട്ടയുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതും നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളുടെ ഇൻഗ്രീഡിയൻസൊക്കെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറിയൊരു ചൂടോട് കൂടി തന്നെ വേണം ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ പൊടി കേടായി പോകും. നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറിൽ വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ.
അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ചെറിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ബാച്ചായിട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റ് ബാച്ച് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനാവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊടിക്കുന്ന ടൈമിൽ ഉപ്പ് ചേർത്തില്ലെങ്കിലും ലാസ്റ്റ് നമ്മളിത് 2 ബാച്ചും പൊടിച്ചതിന് ശേഷം ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. പക്ഷേ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഉപ്പ് ചേർത്തിട്ട് പൊടിക്കുമ്പോൾ അതിൽ നല്ലതുപോലെ ഉപ്പ് പിടിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് നമ്മളിപ്പോൾ ഇത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിലും ഒട്ടും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രം തന്നെ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ കുറച്ച് തരിയായിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. അപ്പോൾ ചിലർക്ക് ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പൊടിച്ചെടുക്കുക. എനിക്ക് കുറച്ച് തരിയായിട്ടുള്ള പൊടിയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇത് കുറച്ച് സ്പൈസിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല എരിവുണ്ട്. കാരണം ഞാൻ മുളകൊക്കെ നല്ല കൂടുതലാണ് ചേർത്തിരുന്നത്. അപ്പോൾ അതും ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡ്സിനനുസരിച്ച് ചിലർക്ക് അത്ര എരിവ് ആവശ്യമില്ലായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ മുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതുപോലെ രണ്ടാമത്തെ ബാച്ച് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതാ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബാച്ചും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ചമ്മന്തിപ്പൊടി ഇപ്പോഴും ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. നമ്മൾ ചൂടോട് കൂടിയാണല്ലോ ഇത് പൊടിച്ചെടുത്തത്. അപ്പോൾ ഇപ്പോഴും ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതൊരു 6 മാസം വരേക്ക് ഇത് കേടാവാതെ ഇരിക്കും. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ കാലം ഇത് കേടാവാതെ ഇരിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എന്നാൽ ഒരുപാട് നാൾ കേടാവാതെ വെച്ച് സൂക്ഷിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഇപ്പോൾ ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ കൂടെ ചട്നി ഇല്ലെങ്കിൽ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.